വെള്ളം കയറിയപ്പോ അമ്മച്ചി ഇവിടായിരുന്നോ? പിന്നെ 14 ദിവസം എന്തായിരുന്നു മോനെ, ഓണം പോലെയായിരുന്നു. പിണറായി ഭരണം കരുത്തുറ്റ ഭരണമായി ഭൂലോകമെമ്പാടും പേടികൊട്ടി നാലോകരെല്ലാരും വാഴി പാടി. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. എന്തായിരുന്നു മോനെ, ഓണം പോലെയായിരുന്നു. ലാസ്റ്റ് പോകാൻ നേരത്തുണ്ടല്ലോ ചാക്ക് കണക്കിനാ സാധനം ഇവിടെ കിടന്നത്. പൊക്കി പറയാൻ പറഞ്ഞാൽ പൊക്കി പറഞ്ഞോളണം, മനസ്സിലായോ? അതിനുള്ള ക്യാഷ് ഞാൻ വേറെ പേ ചെയ്യുന്നുണ്ട്. ചാക്ക് കണക്കിനാ സാധനം ഇവിടെ കിടന്നത്, ഓരോ മനുഷ്യർക്ക് വാരി കൊടുക്കുക. ക്യാമ്പിലുള്ളവർക്ക് വസ്ത്രം വാങ്ങിച്ചതിന് 11 കോടി. ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ 7 കോടി. നമ്മുടെ നാട്ടുകാരും വെറും മണ്ടന്മാരല്ലടാ. പൈസക്ക് ടൈറ്റ് വരുമ്പോ നമുക്ക് ഇഷ്ടം പോലെ കത്തിക്കാം, പറ്റിക്കാം. പൊട്ടന്മാർക്ക് മനസ്സിലാവില്ലേ? പാലത്തിനടിയിലെ കല്ല് നിരത്തിയതിന് 1 കോടി. മൃതദേഹം സംസ്കരിക്കാൻ 2,76,00,000. ബില്ലോ? ഇവനാരും ബില്ലാതനോ? ബില്ലൊന്നും വാങ്ങിക്കാറില്ല. നമ്മള് പതിവുകാരായതുകൊണ്ട് വായിൽ എഴുതി കൂട്ടും. പഞ്ചായത്തിൽ നിന്ന് കാണുന്നതായിരുന്നു. വായില് പല്ലിട്ടായിരുന്നെങ്കിൽ അടിച്ച് പല്ല് പാകാച്ചിട്ടുണ്ടാക്കിയേ. കറണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇന്നലെ? ഇല്ല, കറണ്ട് ഉണ്ടായിരുന്നു, കുറച്ച് സമയം പോയി. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ? പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. എല്ലാം കിടന്ന് ചുമയും കൂർക്കം വലിയും വർത്തമാനവും എന്തുവല്ലോ ആട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഭയങ്കര കഷ്ടം പിടിച്ച് വെറുതെ എല്ലാം പറഞ്ഞ് എന്തെങ്കിലും അർത്ഥം ഉണ്ടാക്കല്ലേ. ഇവിടുന്ന് കഴിഞ്ഞ ദിവസം ഫുഡ് എങ്ങനെ ഉണ്ടാക്കിയത്? ഒരു 3 മണി ആയപ്പോഴത്തേന് കുറച്ച് ഉണക്കച്ചപ്പാത്തി കൊണ്ടുവന്ന് ഞങ്ങൾ കഴിച്ചു. വെപ്രാളം കൊണ്ട് അങ്ങ് തീർന്നു. ഇതെന്ത് പണ്ടാരോട് ഭക്ഷണം ഇതെങ്ങനെ തിന്നാനാ? ബായി കുറച്ചിട്ട് അറിയാലോ. ഉപ്പുമാവ് ഏതാണ്ട് ഉണ്ടാക്കി, അത് ഒരുമാതിരിപ്പെട്ടവരൊക്കെ കഴിച്ചു, ഒരുമാതിരിപ്പെട്ടവർ കഴിച്ചില്ല. ഉച്ചക്കത്തെ ഫുഡ് കൊണ്ടുവന്നു. ഉച്ചക്കിന് എങ്ങനെ ഫുഡ് എങ്ങനെ? ദൈവത്തിനറിയാം. പഴയ ആളൊന്നുമല്ലാട്ടാ. ഹൈടെക്. എന്റെ മോക്കും പഞ്ചായത്ത് ജോലിയുണ്ട്. അപ്പൊ എനിക്ക് അവരോടൊന്നും സംസാരിക്കാനൊക്കെ ഇത് തന്നെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവൾ എന്നെ കൊല്ലും. അങ്ങോട്ടിരുന്ന ഒട്ടും വരത്തില്ല. ഭക്ഷണമൊക്കെ കഴിക്കാണ്. ഭക്ഷണം കഴിക്കുകയാണ്. സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി സൗകര്യം, ഒരു കുഴപ്പമില്ല. ഫ്രീ ക്വാർട്ടേഴ്സ്, ഫ്രീ ഫുഡ്, ഫ്രീ ഡ്രസ്. ഒരു വലിയ കൊട്ടാരത്തിലല്ലേ താമസിക്കുന്നത്. അമ്മച്ചി കഴിച്ചോ? ഹാപ്പിയായിട്ട് കഴിക്കുവോ? ഹാപ്പിയായിട്ട് കഴിക്കുക. സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളില്ല. പിന്നെ വിശപ്പുണ്ട് കഴിക്കുക. ഇനി താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല വീഡിയോകളിലും വന്ന അമ്മച്ചി അല്ലേ അമ്മച്ചി? നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. അല്ലേ അമ്മച്ചി? ഇല്ല, ഞാൻ വീഡിയോയിലൊന്നും വന്നില്ല. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനിവിടെ തണുപ്പത്ത് കുത്തി. ആദ്യം ഒന്ന് പറഞ്ഞു, പിന്നെ ഒന്നൊക്കെ പറഞ്ഞു, വിവാദമായതാണ്. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് 2 ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി പറയുകയാണ്.